ഹായ് ചെയ്യുമാരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആര് സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. ഞാനിപ്പോൾ ക്യാമ്പിങ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് വണ്ടി ഒന്ന് കഴുകണം, ഓടാൻ വേണ്ടിയിട്ട് പോകണം. പക്ഷേ അതിൻ്റെ മുമ്പായിട്ട് എന്ത് നമ്മളെ വണ്ടി ചളിയാണല്ലേ? നല്ല കളർ ഡ്രസ്സൊക്കെ ഇടുന്ന യൂണിഫോം വേണ്ടാൻ പോലോ അല്ലേ? സൂപ്പറായി കണ്ടാ നല്ല മുടിയൊന്നും കെട്ടാത്ത കണ്ണെഴുതാണല്ലേ? അപ്പോൾ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സാധാരണ ഞാൻ ക്യാമ്പിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ സമയം 10 മണിയായി. കാരണം ഞാൻ വീഡിയോ ഇതൊന്നും കോപ്പി ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പി ചെയ്തുകൊണ്ട് കയറുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ വന്നുള്ള പരിപാടി ആദ്യം ചായയുടെ കാര്യങ്ങളൊക്കെയാണ്. ചപ്പാത്തി ഉണ്ട്, ഇന്നലെ ഞാൻ കൊണ്ടുവരുന്ന ചിക്കൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. ആ ഒരു ചിക്കൻ കറിയാണിത്. ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് ഇവിടെ ഇവരുണ്ടാക്കിയതാണ്. റെഡി ആവാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ടാണ് അടുത്ത പരിപാടി. എൻ്റെതല്ലാത്ത മയക്കാറബ്ബറൊക്കെ കൊണ്ടുണ്ടോ? ഇതല്ല. തലയിലൊക്കെ എന്താ സൂപ്പർ. ഇവിടെ ഇട്ടുക്കണോ ഒരു കൂട്ട്? ഇവിടെ 2 ഇട്ടുക്കണല്ലോ. വലിയ പരിപാടിയാണേ. ആയിക്കോട്ടെടാ, പോയിക്കോട്ടോ. വൈകിട്ട് രാത്രി കാണാട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ. പൈപ്പിൽ വെള്ളം അടിപൊളിയായിട്ടുണ്ട്. എന്നാൽ പിന്നെ വണ്ടി നന്നായിട്ടൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകലൊന്നുമില്ല, പെട്ടെന്നുള്ള പരിപാടി നോക്കണം. നമുക്ക് ഓടാനും പോകണ്ടേ, പെട്ടെന്നുള്ള പരിപാടി നോക്കണം. അപ്പോൾ അത്തരം പരിപാടിയിലേക്ക് നീങ്ങുവാണ്. അതുപോലെ തന്നെ ഇവിടെ അമ്മ പുളി ഉണക്കിയിട്ടുണ്ട്. പുളി അപ്പുറത്ത് കുരുമുളക് പക്ഷേ നമ്മുടെ അടുത്തുള്ളതാണ്, പുളി നമ്മുടെ അടുത്തുള്ളതല്ല. അപ്പോൾ അത് ഇതിൽ കിട്ടിയതായിരിക്കാം. എന്തായാലും ഞാൻ ഇത് കഴുകാനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ചെരുപ്പ് കഴുകിയിട്ടില്ല പറഞ്ഞേ. ചെരുപ്പ് കഴുകിക്കൊണ്ട് കറണ്ട് ഇല്ലല്ലേ? പിന്നെ ഇത് സ്വിച്ച് ഇട്ടിട്ട് കാര്യം. ഈ സ്വിച്ചിൻ്റെ ഒരു പ്രശ്നം വന്നാടാ. മീൻ കിട്ടി. ഓർക്ക് എല്ലാവർക്കും നമ്മൾ പോയ മീൻ കിട്ടൂല എന്നുള്ളതാണ്. മീൻ കൊത്തിയാൽ കിട്ടും. കൊത്തിയപ്പോൾ കിട്ടി ഉണ്ടല്ലോ. നമുക്ക് 2 കിട്ടി. 2 മീൻ വേഗം ആക്കിയിടുക, പോവുക. കാരണം എന്താ വെച്ചാലേ സമയം ഒരുപാടായി. ഇതാണ് സാധാരണ ക്യാമ്പിങ് കഴിഞ്ഞ് വരുന്ന അന്ന് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ നേരെ വന്ന് വീഡിയോ ഒക്കെ കോപ്പി ചെയ്തിട്ട് അതിനുശേഷം അത് എഡിറ്റ് ചെയ്യും. അത് എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ ആ വീഡിയോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനുള്ള ലെവലിലേക്ക് എത്തിക്കും ഞാൻ. പക്ഷേ എങ്കിൽ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. എല്ലാ ദിവസവും ഒരുപാട് സംഭവിക്കണമെന്നില്ലല്ലോ. വിളിച്ചെന്ന് കറണ്ട് ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസമായിട്ട് ഈ പോസ്റ്റൊക്കെ മാറ്റിയിട്ട് പുതിയ പോസ്റ്റുകൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കേബിളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം പറഞ്ഞിരുന്നു, ആ ഒരു ഫൈബർ കോട്ടിങ്ങുള്ള ഒരു കേബിൾ ഉണ്ടല്ലോ, അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ആ കേബിളൊക്കെ വലിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആയി തുടങ്ങിയിട്ട്. ഇന്നലെയും തന്നെ കറണ്ട് കുറച്ച് നേരത്തിനില്ലായിരുന്നു, ഇന്നും തന്നെ രാവിലെ തൊട്ടില്ല. പക്ഷേ ഇപ്പോൾ പഴയ പോലെയല്ല, നമുക്ക് മെസ്സേജ് വരുന്നതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഇന്നലെ മെസ്സേജൊക്കെ വന്നതായിരുന്നു, പക്ഷേ ഞാൻ മറന്നതാണ്. മെസ്സേജ് എനിക്ക് വന്നായിരുന്നു കറണ്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ചെരുപ്പ് സൂപ്പറായി.
വെറുതെ. പിന്നെ ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ബാഗ് അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കലാണ്. എല്ലാ ദിവസവും അല്ല, ചില ദിവസം ഞാൻ തന്നെ ഒക്കെ ക്ലിയർ ആക്കി വെക്കും. പക്ഷെ എന്നാൽ പോലും മുഴുവനായിട്ട് ക്ലിയർ ആക്കാറില്ല. പിന്നെ അവിടെ ശരി, നമ്മളത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാറില്ല. ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യും. ഇല്ലാന്നാണെങ്കിൽ ഇങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി നേരെ ഇറങ്ങും. കഴുകാനൊന്നുമില്ലെങ്കിൽ നേരെ ഇറങ്ങും കേട്ടോ. ഇവിടെ മാറ്റ് ചെറിയ മട്ടത്തിലൊന്ന് കഴുകിയിട്ടുള്ളൂ, അല്ലാതെ കളിച്ചെന്നാൽ നേരല്ല. 11 മണിക്ക് 5 മിനിറ്റ് ഈ നേരമാകുമ്പോഴാണ് നമ്മൾ ഇന്ന് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം എത്ര രൂപയ്ക്ക് ഓടും എന്നുള്ളതൊക്കെ നോക്കാം നമ്മൾക്ക്. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ കണ്ട ഇവിടുത്തെ ഈ പോസ്റ്റ് കണ്ടങ്ങൾ ഇതൊക്കെ പുതിയതാണ്. ഒരുപാട് പോസ്റ്റുകൾ, അതുപോലെ കേബിളുകളൊക്കെ അവർ താഴത്തേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് വോൾട്ടേജിന്റെ ഒരു വിഷയം ഇനി ഉണ്ടാവില്ല ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇവിടെ അത്ര വലിയ വിഷയമൊന്നുമില്ല, എന്നാൽ പോലും ഇനി തീരെ ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസം എല്ലാവർക്കും പണിയൊക്കെ ഉണ്ടോണം. ആരെയും പാലത്തിനൊന്നും കാണാനില്ല കേട്ടോ. ഞങ്ങൾ നൈറ്റ് ആയാലൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ആ ഒരു പച്ചപ്പൊക്കെ പോയപ്പോഴേ എല്ലാവരും പോയപ്പോൾ കുറച്ചൊരു ഉണക്കം ഇവിടെ ഫീൽ ചെയ്യും. പക്ഷേ ഈവനിങ് നല്ല അടിപൊളിയാണ്, നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. വണ്ടൂർ ടൗൺ, മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. ഞാൻ പുതിയ ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റൂട്ടിൽ ഈ കാണുന്നതാണ് എൻ്റെ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി നിർത്താം. ഒരു 15-16 വണ്ടി ആയിരിക്കാം. ഞാൻ ഈ റോഡ് എന്ന് പറയുന്ന കളികാവ് ഭാഗത്തേക്കാണ് പോകുന്നത്. അതിലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തേക്ക് എത്താം. അതിലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് കയറാനും പോണ വഴിക്ക് വലാകത എന്താണ് സിസ്പാറഘട്ട്, സിറിയ വലക്കാട് വലക്കാത സിസ്പാറഘട്ട് അങ്ങനെ പോയിട്ട് നമുക്ക് അതിലെ ഫോറസ്റ്റുകാരുടെ ട്രക്കിംഗ് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പെർമിഷനോട് കൂട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഈ റൂട്ടിന് പോയാൽ നടക്കും. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ചേരി ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്നും തള്ളി നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾക്കൊരു 30 രൂപ കിട്ടും. അത് എത്ര മണിക്ക് കിട്ടും എന്നുള്ളതാണ് വിഷയം. ആളുകളൊക്കെ ഉണ്ട്, അങ്ങാടിയിൽ ആളുകളൊക്കെ. പക്ഷെ വണ്ടിക്ക് വലിയൊരു അണക്കല്ല, കണ്ടതിനറിയാലോ, കാരണം വണ്ടി വല്ല പോയിട്ടില്ല. ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. വെയിലും അതാ വണ്ടി തള്ളാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. വെയിലും അത് അവിടെ ഒരു വണ്ടി തള്ളി കൊടുത്ത് സഹായിക്കുന്നു. എൻ്റെ വെയിൽ മുരുക പൊട്ടേണ്ടേ എന്താണ്. അപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി തള്ളട്ടെ, എൻ്റെ വണ്ടി ഞാൻ തള്ളും. പക്ഷെ നമുക്ക് തള്ളാൻ കുറച്ച് സുഖം കേട്ടോ, നിരന്ന സ്ഥലമാണ്. അതിപ്പം ചെറിയൊരു ഇറക്കമാണ് കേട്ടോ. പിന്നെ പതുക്കം തള്ളിയാൽ മതി ആ പൊക്കോളും. 11 മണിക്ക് 5 മിനിറ്റിനായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ 11 മണിക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടില്ല, ലോക്കിൽ പോലും കിട്ടിയില്ല, കൈനീട്ടം പോലും കിട്ടാതെ വണ്ടി തള്ളിക്കൊണ്ട് നിൽക്കുവാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുകയാണെങ്കിൽ വരുന്നവർക്ക് അങ്ങനെ വണ്ടി വേണമെങ്കിൽ കഴിച്ചിലായി, ഇല്ലാന്നാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കുന്ന വേണ്ടി വരും. ആളുകളൊക്കെ അങ്കിക്കാരനൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അങ്ങനത്തെ ഒരു ഓളം തുള്ളില്ല. ഏതായാലും നോക്കാം, വെയിറ്റിങ്ങിലാണ് ഇവിടെ. 4 അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കൈനീട്ടം കിട്ടിയിരിക്കുകയാണ്. കൈനീട്ടം കിട്ടിയത് 12:10 ടച്ചിലേക്ക് പൈസ കിട്ടിയത് 12:10. അതായത് എൻ്റെ നാട്ടിലേക്ക് തന്നെയാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയിരുന്നത്. കൊട്ടമ്പാറ കോക്കാടംകുന്നിൻ്റെ ബോർഡറിലേക്കായിരുന്നു. ഉള്ള 40 രൂപയ്ക്ക് 40 രൂപ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. എന്നാൽ പോരെ, എല്ലാ ഡ്രൈവർമാരുടെ ചിന്ത എന്താ പറയുക, ഇപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം. ഇപ്പൊ പോലും ഞാൻ എൻ്റെ അടുത്ത ആളുകളോടൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ അവർ പറയും, ഈ ഓട്ടോ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണി നോക്കണടാ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോയാലോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി വേറെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്നുള്ള മറ്റു പല ചിന്തകളായി ആളുകൾക്ക്. കാരണം ഓട്ടം വളരെ മോശം. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോഴല്ലേ നമ്മളെ വണ്ടി വിളിക്കാനൊക്കെ അവർക്കൊരു മനസ്സുണ്ടാവുള്ളൂ. വീണ്ടും രാജാറാണിയുടെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. രാജാറാണിയാണതേ, രാജാറാണി. അത്ര ഉണ്ട് നിങ്ങളുണ്ട്. ഞാൻ അടുത്ത ട്രിപ്പ് എപ്പോഴാണ് കിട്ടാറിയോ? ചിലപ്പോൾ ഒരു ട്രിപ്പ് കൂടി എടുക്കാനേ പറ്റുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ട്രിപ്പിൽ കസ്റ്റമർ ഒരു സ്ഥലത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ നിർത്തിയിട്ടുണ്ട്. അവർക്ക് എന്താ സാധനം വാങ്ങിക്കണം. 1 മണി, കറക്റ്റ് 1 മണി. ഒരു 30 രൂപ ട്രിപ്പ് തന്നെയാണ്. അതും ഒരു 50 രൂപയുടെ ട്രിപ്പായിരുന്നു കേട്ടോ. 1-2 സ്ഥലത്തും കൂടി നിർത്തേണ്ടി വന്നു. പക്ഷേ അവിടെയൊക്കെ പിന്നെ പെട്ടെന്ന് അവർ പോകുന്നു. ഫസ്റ്റ് നിർത്തിയെടുത്ത് മാത്രം അവർക്ക് എന്താ ഒരു ഫുഡ് വാങ്ങിക്കാനാണ്. അവിടെ മാത്രം കുറച്ച് ഡിലേ വന്നു. അത് കുഴപ്പമില്ല, ഓക്കെ. നമ്മൾക്കൊരു 50 രൂപയുടെ ട്രിപ്പ് കൂടി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
ഇപ്പോൾ സമയം 1:10 ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാലോ എന്ന് ഇങ്ങനെ കരുതണം. ട്രെയിനിൽ പോയി അങ്ങ് നിന്ന് കഴിഞ്ഞാൽ 2 മണിയാവും ഉറപ്പാണ്. നേരെ വീട്ടിലേക്ക് വിട്ടിട്ട് ഭക്ഷണം കഴിച്ച് പോകാലോ എന്നുള്ളതാണ്. ആകെ 11 മണിക്ക് ഇറങ്ങിയിട്ട് 2 ട്രിപ്പാണ് എടുത്തത്. ഓരോ മണിക്കൂറിലൊരു ട്രിപ്പല്ലേ കിട്ടണേ. മണിക്കൂറിൽ നമുക്ക് കിട്ടിയത് രണ്ടും ഈ പറഞ്ഞത് പോലത്തെ 40ഉം 50ഉം ആയതുകൊണ്ട് വലിയൊരു പ്രശ്നമല്ലാതെ നമ്മൾക്ക് വലിയൊരു നഷ്ടക്ക് തോന്നുന്നില്ല. കാരണം രാവിലെ തൊട്ട് വന്നവര് വരെ, അതിരാവിലെ വന്നവര് വരെ 200 രൂപ പോലും തികഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതിരാവിലെ വന്ന ആളുകൾ വരെ 200 രൂപ തികഞ്ഞിട്ടില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് പേര് പറഞ്ഞ തീരുമാനത്തിന് യാതൊരുവിധ മാറ്റവുമില്ല. ഞാനിവിടുന്ന് റൈറ്റ് തിരിയുവാണ്. റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടമ്പാറ വഴി കോക്കാടംകുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ റോഡ് ഇത് കൊട്ടമ്പാറ വഴി കോക്കാടംകുന്നിലേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴി പോയാൽ എൻ്റെ വീട്ടിലേക്ക് പോവാം. ഇതിൽ ഒരുപാട് വീടുകളുണ്ട്. കറണ്ട് ഇല്ല, കറണ്ട് വന്നിട്ടില്ല. കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം എന്ന് കരുതിയിരുന്നു. ഇവിടെ മീനൊക്കെ വറുക്കുന്നതേ ഉള്ള. ഓഹോ, ഓക്കെ, ഉറപ്പിച്ച് മീന് ഞാൻ കുറച്ച് അയില അത് ഞാൻ ക്യാമ്പ് ചെയ്തപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ എന്താ ശബരിമല അരവണൊക്കെ കഴുകി വെച്ചോ. അതൊന്നുമില്ല. ചെങ്ങൈമാരെ അപ്പം സമയം എന്ന് പറയുന്നത് 2:45 2:45 വരെ ഞാൻ കറണ്ട് വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതി. പിന്നെ നമ്മള് കുറച്ചേരം കിടക്കാന്ന് കരുതി. പക്ഷെ ഉറങ്ങിയതൊന്നുമില്ല. ഞാൻ ഉറങ്ങാൻ വേറൊന്നുമല്ല, കറണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നാലും നമ്മൾ അങ്ങനെ കിടക്കും. ഒരു മടിയിൽ നമ്മളെ എഡിറ്റിങ് നടക്കൂല. അപ്പൊ അതിന്റെ എഡിറ്റിങ് ഇപ്പോഴും നടന്നിട്ടില്ല കേട്ടാ. എഡിറ്റിങ് നടന്നിട്ടില്ല, കറണ്ട് ഇല്ല. അതന്നെ. അപ്പൊ ഉച്ചവരെ നമ്മൾ 90 രൂപയ്ക്ക് ഓടി. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങാണ്. നമ്മൾ എത്ര രൂപയ്ക്ക് ഓടും എന്നുള്ളത് നമുക്ക് നോക്കാം. കാര്യപ്പെട്ടത് വല്ലതും കിട്ടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായി. ഇല്ലാന്നാണെങ്കിൽ കിട്ടും. കിട്ടാതെ അവിടെ പോകാൻ അല്ലേ? കിട്ടും. നമ്മൾ കിട്ടും എന്ന് കരുതിയാൽ മതി. അത് കിട്ടിക്കോളും. രാജാറാണി തന്നെ കേട്ടോ. എന്താ രാജാറാണിന്റെ ബാക്ക് കൊണ്ട് നിർത്തിയേക്കണം. നോക്കുക, ഇവിടെ എങ്ങനെ ഇരിക്കുക, വർത്താനൊക്കെ പറയാ, ഫോണൊക്കെ കളിച്ച. അതായത് രാജാറാണിയുടെ ബാക്കിൽ നിന്നും നമ്മൾ മുന്നിലേക്ക് തള്ളി എത്തി. ഇപ്പോൾ സമയം 3:25 ആയപ്പോൾ നമ്മൾക്കൊരു ലോക്കൽ കിട്ടിയിരിക്കുകയാണ്. വെറും 300 മീറ്റർ ദൂരത്തേക്ക്. അതായത് സ്റ്റാൻഡിന്റെ ഫസ്റ്റ് ഗേറ്റിൽ നിന്നും വണ്ടി എടുത്ത് 300 മീറ്റർ മാത്രം ദൂരം പോയിട്ട് ഞാൻ വീണ്ടും രാജാറാണിയുടെ ബാക്കിലേക്ക് തന്നെ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് ട്ടാ. എങ്ങനെയുണ്ട്? നല്ല രസമുള്ള കളിയാണ്. ഇങ്ങനെ ആയാലും മതി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കിട്ടണം. ഈ അരമണിക്കൂർ 3/4 മണിക്കൂർ ആയിട്ട് കിട്ടുമ്പോഴേക്ക് സീനാണ്. നോക്കാം, ഇടയിൽ ആരെങ്കിലും വിളിക്കുമോ. മുമ്പൊക്കെ ഞങ്ങൾ പറയും വണ്ടിയിൽ ഇരിക്കുന്ന ഡ്രൈവർമാർക്ക് ഓട്ടണമായിട്ട് കിട്ടും. കാരണം ഫുൾ ടൈം വണ്ടിയിലാണല്ലോ. അപ്പോൾ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയൊക്കെ പറയും. ഞാനൊക്കെ ഫുൾ ടൈം വണ്ടി തന്നെ, എന്നിട്ട് പോലും നമുക്കൊന്നും കിട്ടില്ല. മക്കളെ തിരിക്കട്ടെ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പ് കിട്ടിയതാണ്. മൊത്തത്തിൽ 20 മിനിറ്റ് ആയി. 25 പറഞ്ഞങ്ങനെ ഇപ്പൊ 3:45 ഇത് ഒരു ചെറിയൊരു വില്ലേജ് ഏരിയ ആണ് ഞങ്ങളുടെ അടുത്തുള്ള പാലക്കാട് കുന്നെന്ന് പറയും. അപ്പൊ ഇവിടേക്കാണ് നമ്മൾ കിട്ടിയ ട്രിപ്പ്. ലോക്കൽ തന്നെ നോക്കിയിട്ട് കാര്യമില്ല. ലോക്കലുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ലോക്കലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 20 മിനിറ്റിനുള്ളിൽ നമുക്ക് കിട്ടിയ 15 മിനിറ്റിനുള്ളിൽ കിട്ടിയില്ല, 15 മിനിറ്റിൽ കിട്ടി. നമുക്ക് ഇനി അടുത്തത് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, 7 മിനിറ്റ്, ഇതേപോലെ 15 മിനിറ്റ് അങ്ങനെ കിട്ടുമ്പോഴേക്കും നമുക്ക് ഓക്കെയാണ്. അങ്ങനെ കിട്ടിയാലും മതി. ഫോണുമ്പോൾ കളിച്ച് ഫോണെല്ലാം ചൂടായി. 33%. വീട്ടിലാണെങ്കിൽ കുട്ടിയൊക്കെയുള്ള കറണ്ട് ഇല്ല. ഇവിടെ തന്നെ കുട്ടിയൊക്കെ വേണ്ടി പറ്റുള്ളൂ വണ്ടിയിൽ. ആൾക്കാരൊക്കെ അങ്ങനെ നടന്നു പോകണം. എവിടുക്കാണാവും. അപ്പോൾ ചെങ്ങൈമാരെ നമുക്ക് വീണ്ടും അടുത്തൊരു ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:40. ഞാൻ നേരത്തെ രാജാറാണിന്റെ ബാക്ക് കൊണ്ടേ കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഇപ്പൊ 4:40. അതായത് 4:45 ട്രിപ്പ് അവസാനിച്ചതാണ്. ഏതാണ്ട് 1 മണിക്കൂർ അടുത്തേക്ക് എത്തിയിട്ടാണ് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയത്. ഇങ്ങനെ കിട്ടുമ്പോൾ പണിയാണ്. പക്ഷെങ്കിൽ ഈ ട്രിപ്പിന്റെ ഗുണം എന്താ വെച്ചാൽ ഫുള്ളായിട്ട് മെയിൻ റോഡായിരുന്നു. മെയിൻ റോഡ് ആകുമ്പോഴുള്ള ഗുണം എന്താ അറിയാം, അത് നമുക്ക് ഗിയർ വല്ലാതെ ചേഞ്ച് ചെയ്യണ്ട. ഫ്യൂൽ ലാഭമാണ്.
എണ്ണ ചെലവ് കുറച്ചേ വരുള്ളൂ. ഗിയർ വല്ലാതെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഒറ്റ ഗിയറിൽ അങ്ങനെ പിടിച്ച് പോയാൽ മതി. ഏതായാലും കൊള്ളാം. ഇനി അടുത്ത നല്ലൊരു 200 രൂപയുടെ ട്രിപ്പ് ആവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 200 രൂപ നമ്മൾക്ക് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായി. കാരണം നമ്മൾ ഉച്ചക്ക് 11 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇനി ഒരു 200 രൂപ അടിച്ചാൽ നമുക്ക് പിന്നെ ലോക്കലുകൾ ഓടിയാൽ കൈയാവും. കുഴപ്പമില്ല, പ്രശ്നമില്ലേ. നമുക്ക് ഈ ചേച്ചി കുറച്ച് പൈസ കൊടുക്കണം, ഒരു 100 രൂപ. നമുക്ക് വേറെ ആവശ്യത്തിനുള്ള പൈസ രാവിലെ ഇല്ലേന്ന്, അപ്പൊ ഇപ്പാക്കാം. അതായത് ഒരു 100 രൂപ നമ്മള് ഓടിയാലും ഓടിയിട്ടില്ലേലും ഒരു ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾക്കൊരു കരുതൽ. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈസ വേണ്ടേ. അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ ഓട്ടോക്കാരൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. NNDയിൽ കൂടുന്നു, അതിൽ ഡെയിലി 100 രൂപ അടക്കും. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, ഞാനിങ്ങനെ യാത്രയൊക്കെ മുമ്പ് അങ്ങനെ പോയിരുന്ന ടൈമിൽ ഓട്ടോയ്ക്കൊക്കെ പോകുമ്പോൾ, നിങ്ങൾക്ക് ഓട്ടോയ്ക്ക് യാത്ര പോകാനൊക്കെ ഉള്ള പൈസ എവിടെ നിന്നാണ് എന്നുള്ളത്, എന്താണ് അതിന് മാത്രമുള്ള വരുമാനം. അപ്പം എൻ്റെ വരുമാനം ഇതാണ്. ഞാൻ ഓട്ടോയ്ക്ക് ഓടുന്നു, അതുപോലെ തന്നെ അതിൽ നിന്നൊരു 100 രൂപയ്ക്ക് ഞാനിങ്ങനെ മാറ്റി വെക്കും. ആ പൈസക്കാണ് ഞാൻ യാത്ര പോയിരുന്നത് ഇതുവരെ. അപ്പോൾ അതിൽ 1-2 വട്ടമൊക്കെ നമ്മൾക്ക് സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ നമ്മുടെ പൈസ ഉണ്ടാക്കി വെക്കും. ആവാത്തത് അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി, ചായ കുടിച്ചിട്ട് വരാം. ആ കാണുന്നത് തന്നെയാണ് ഈവനിങ് സ്നാക്സ് ടീ ഷോപ്പ്. ഓക്കെ, നേരത്തെ 3:15 തോന്നുന്നില്ല ഒരു ട്രിപ്പ് അവസാനിച്ചത്. കറക്റ്റ് ഓർമ്മ വരുന്നില്ല. എന്നാൽ പോലും ഇപ്പൊ സമയം 5:20 ഇപ്പോൾ കിട്ടിയത് നിംസ് ഹോസ്പിറ്റലിലേക്ക് 30 രൂപ കേട്ടാ. സ്റ്റാൻഡിലേക്ക് എത്തിയത് 5:32 ആയപ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വരുന്ന ട്രിപ്പെങ്കിലും 100 രൂപയുടെ മുകളിലേക്കെങ്കിലും ആയിരുന്നെങ്കിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ആഗ്രഹിക്കണൊക്കെ നടന്നതിന് പിന്നെ എന്താ രസം. പക്ഷെ എന്നാലും ഇതൊന്നും ഇപ്പൊ ഒരു അത്യാഗ്രഹം ഒന്നല്ലല്ലോ അല്ലേ. തരൂലിയാവോ. ശാപം കിട്ടി, ശാപം. നിംസിലേക്ക് വീണ്ടും നിംസിലേക്ക് തന്നെ. പക്ഷെങ്കിൽ ഇത് വലിയ ടൈം എടുക്കാതെ നിംസിലേക്ക് എത്തിട്ടാ. നമ്മള് 20-നല്ലേ നേരത്തെ ട്രിപ്പ് അവസാനിച്ചപ്പോ 42 ആയിട്ടുള്ളൂ. അതാ പറഞ്ഞു, ഇങ്ങനെ ആയാലും രസമാണ്. പക്ഷെങ്കിൽ നമ്മളൊരു 150 രൂപയുടെ ട്രിപ്പ് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇങ്ങനെ മടക്കം പോലും ആരുമില്ല. അവർ 2 പേരുണ്ട്. അങ്ങനെ 20 റുപ്യ മടക്കം കിട്ടും. നമ്മളെ ചെക്കനാണ്. നാട്ടിലേക്ക് ട്രിപ്പ് കിട്ടിയതാണ്. അപ്പൊ നാട്ടിലേക്ക് ട്രിപ്പ് കിട്ടിയത് നമ്മളെ ചെക്കനാണ്. ഓനത് കൊണ്ടുവന്ന് നടക്കാൻ വേണ്ടിട്ട് 30 രൂപ. ഏതായാലും കൊള്ളാം. ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്, 6:30 ആയി. ഇനിയിപ്പോ ഇരുട്ട് തപ്പിയുള്ള കളിയേക്കാരം. വീഡിയോക്ക് വിഷ്വൽ ക്വാളിറ്റി ഒക്കെ കുറയും. അത് നോക്കാം, നമുക്ക് കുറച്ചും കൂടി നിന്ന് നോക്കാം. ഇന്ന് വേറെ പ്രശ്നം കൂടി നമ്മൾക്കുണ്ട്. അതെന്താ വെച്ചാല് ഞങ്ങളുടെ നാട്ടില് ലീഗ് കളിയുണ്ട്, ഫുട്ബോളേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എൻ്റെ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനാണ്. ഞാൻ പന്തൊന്നും വല്ല കളിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫുട്ബോൾ കളിച്ചിട്ട് ഏതാണ്ട് 7-8 ഒരു 10 വർഷം 6 റേഞ്ചൊക്കെ ആയിട്ടുണ്ടാവും മര്യാദയ്ക്ക് കളിച്ചിട്ട്. അപ്പോൾ ഞങ്ങളുടെ കളിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ആ ഒരു നേരം വരെ ഓടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ നേരം എന്ന് പറഞ്ഞാൽ 8-8:30ഒക്കെയാണ്. നമ്മൾ സാധാരണ അത്ര നേരം തന്നെ ഓടലുള്ളൂ. നോക്കാം നമുക്ക്. 11 മണിക്ക് വന്നിട്ട് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:45 ആ നേരമായിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു 100 രൂപയുടെ ട്രിപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഈ ട്രിപ്പോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ 100 രൂപ കിട്ടി. നമ്മൾക്ക് ഏതാണ്ട് 4.5 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അവരെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ റിട്ടേൺ ഇനി നാട്ടിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞത് ഒരു മീറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, അപ്പൊ അതിലൊന്ന് പങ്കെടുക്കണം. ഇപ്പൊ ചങ്ങന്മാരെ വീട്ടിലാണ്, കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാണ്. നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷം എത്ര റുപ്യക്ക് ഓടി എന്നുള്ളത് എനിക്ക് അറിയില്ല. ഉച്ച വരെ 90 റുപ്യക്ക്. കാരണം ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെ ആയിപ്പോയി. പോട്ടെ. ഇവിടെ ആര്യക്ക് ഇത് ടാലന്റ് അടി സാധാ. അതായത് ഇത് എന്താണ് പരീക്ഷന്റെ പേപ്പറ് കിട്ടി. മാർക്കൊക്കെ നോക്കുകയാണ്. അപ്പൊ ആര്യക്ക് ഓളെ മാർക്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ നല്ല പൂതിയുണ്ട്. അത് മാങ്ങക്ക് എത്ര? 24-ക്ക് 25-ക്ക് 24 അല്ലേ? കൊള്ളാലോ, നല്ല മാർക്കാണ്. അടുത്തത്
50ക്ക് 50. ഓ കൊള്ളാലോ. നെക്സ്റ്റ് 50ക്ക് 50. വാവ്. 50ക്ക് 50. വാവ്. ഇനി ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇതും 50ക്ക് 50. അതായത് ഇതാണ് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത്, റിപ്പോർട്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ആര്യക്ക് 50 ഉണ്ട്. ഇംഗ്ലീഷിൽ സ്കോർ 50, മലയാളം 50, മാത്തമാറ്റിക്സ് 50. ഇതെന്താ GK എന്താണോ അതും 50, പിന്നെ കളറിങ് 25. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലേ. ഷെയറായിട്ട് പഠിക്കണ്ടല്ലേ. ഇനി ഓള് ഡാൻസും പഠിക്കുന്നുണ്ട്. അല്ലേ, ഡാൻസ് പഠിച്ചില്ലേ? എന്ത് ഡാൻസാണ് പഠിച്ചണ? അതിനെന്തോ ഒരു സിംഗിൾ ഡാൻസ് അല്ല, ഗ്രൂപ്പ് ഡാൻസിൽ എന്തോ ഒരു പേര് പറയുമല്ലോ. ഓ ഓ ഒപ്പന മാറ്റിയോ? ഒപ്പനല്ലേ? ഒപ്പന തന്നെയാണ്. പാട്ട് മാറ്റി. എന്നിട്ട് ഇന്ന് പഠിച്ചൊരു സ്റ്റെപ്പ് ഒന്ന് കാണിച്ചാട്ടിക്ക പറ്റുമോ? ഇതൊക്കെ സ്റ്റാർ കിട്ടിയതാട്ടോ അവളെ എഴുതിയതിന്. അപ്പോൾ ഇന്ന് നിങ്ങളെ സ്കോർ കാണിക്കണം എന്ന് കുറേ ദിവസമായി പറയണം. ഇതാണെന്ന് സ്കൂളിൽ നിന്ന് എഴുതിയേ? അത് എത്ര സംഖ്യ ഒന്നും അറിയില്ല, ചോദിച്ചു നോക്കാം വെറുതെ. ഇതെത്രയാ അറിയോ? അങ്ങോട്ട് എഴുതുക തന്നെ ഉള്ളൂ അല്ലേ? ഏതായാലും ഒരു നോട്ടും കൂടി, 2 നോട്ട് ബുക്ക്, ഒരു അര കോപ്പി. ഒക്കെ സ്റ്റാറാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കിടക്കും. നമ്മൾക്ക് ഈ ക്യാമ്പിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ക്ഷീണമൊന്നും വരാറില്ല, കാരണം നല്ല രീതിയിൽ അവിടെ കിടന്നുറങ്ങാറുണ്ട്. അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ, അങ്ങനത്തെ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോട്ടുണ്ടായിട്ടുണ്ട്. അന്ന് ഞാനിവിടെ പകൽ ഉറങ്ങിയിട്ടുണ്ട്. അവനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കൊണ്ട് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ടാലൻറ്റിൻ്റെ ടാലൻറ്റ് എക്സാമിന് 82 അല്ലേ? ടാലൻറ്റ് എക്സാം ഉണ്ടായിരുന്നു അവർക്ക്, LKG UKG ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ 82 ആണ് മാർക്ക് അല്ലേ? 82 മാർക്ക്. വലിയ മാർക്കാണ്. നവീന പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. അടുത്തല്ലേ വേണ്ടിയിട്ട് പിന്നെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞോളാം.